നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. 2017 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പലിശരഹിത ഇസ്ലാമിക സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പരാതികൾ ഉയരുന്നു. ആ സംഘം തന്നെ പൊളിഞ്ഞുപോയി എന്ന തരത്തിലുള്ള സഹകരണ സംഘം പൊളിഞ്ഞുപോയി, നിക്ഷേപകർക്ക് നിക്ഷേപം കിട്ടുന്നില്ല, പലരും ഇങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരമൊരു പലിശരഹിത സംഘം ഹലാൽ ഫായിദ അല്ലേ, ഇതുകൊണ്ട് CPM ലക്ഷ്യമിട്ടത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ, വോട്ട് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഹലാൽ ഫായിദ പലിശരഹിത സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുക്കേണ്ടവരൊക്കെ പലിശരഹിത വായ്പ എടുത്ത് മുങ്ങിക്കാണുമല്ലേ? അതാണോ സംഭവിക്കുന്നത്? അല്ല, ഇതിനകത്തൊരു വലിയ അജണ്ടയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ ആർജിക്കാൻ വേണ്ടി ചെയ്ത പണിയാണിത്. അവരെ കയ്യിലെടുക്കാനും ആ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഗിമ്മിക്കായിരുന്നു, ഒരു നാടകമായിരുന്നു വാസ്തവത്തിൽ ഇത്. അതായത് നമുക്കറിയാം, 2006-2011 കാലത്ത് ഇത് ഈ ഹലാൽ ഫായിദ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് 2017 ഡിസംബർ 25 മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്ന് അദ്ദേഹം വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ചു. പലിശരഹിത ബാങ്കാണ് ഇത്, പിന്നെ എന്താ പറയുക, ഒരു സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചതാണ്. ഇരിക്കട്ടെ, ഈ 2006-2011 കാലത്ത് ഇവിടെ VS അച്യുതാനന്ദൻ ഭരിക്കുകയും തോമസ് ഐസക്ക് ധനമന്ത്രിയായിരിക്കുകയും ചെയ്ത കാലത്ത് കേന്ദ്രത്തിൽ നമ്മുടെ ഇദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ ഭരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2007 മറ്റോ ആണ്, അതോ 2006 7 എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും ഈ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അതിന് ഈ കേന്ദ്ര സർക്കാർ അങ്ങ് പച്ചക്കൊടി കാണിച്ചു. ഇവിടെ ഇസ്ലാമിക് ബാങ്ക് ആരംഭിക്കാം, അതായത് നമ്മുടെ SBI പോലെ, SBT, അന്ന് SBT ഉണ്ട്, SBT, ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ വിവിധ ബാങ്കുകളുള്ളതുപോലെ ഒരു ഇസ്ലാമിക് ബാങ്ക്. അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമിയാണ്. സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു, ഇവിടെ ഇസ്ലാമിക് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭരണഘടനയും നമ്മുടെ RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസും ഒക്കെ അനുസരിച്ചാണ് ഇവിടെ ഏത് സാമ്പത്തിക ഇടപാടുകൾ നടക്കേണ്ടത്, അതനുസരിച്ചാണ്. അപ്പോൾ അതിൽ ഇസ്ലാമിക് ബാങ്ക് തുടങ്ങാനുള്ള പ്രൊഫഷനില്ല. പിന്നെ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത് 100% ഒരു മത സംരംഭമാണ്. മനസ്സിലായില്ലേ? അതിനകത്ത് ഈ ധാരാളം തെറ്റായ ഇടപാടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്, ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഇരിക്കട്ടെ, നമുക്ക് എല്ലാ വിഷയവും നമുക്കിവിടെ പ്രസക്തമല്ല. അത് ഇദ്ദേഹം കോടതിയിൽ പോവും, ഞാൻ സുപ്രീം കോടതിയിൽ പോവും. അറിയാമല്ലോ, സ്വാമി പിടിച്ച ഉടുമ്പ് പിടിക്കണ പോലെയാണ്. സ്വാമി രണ്ടിലൊന്നും അറിയാതെ വിടില്ല. അവസാനം ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇതിൻ്റെ അപകടം മനസ്സിലായി. ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിയ നിക്ഷേപം വരും ഈ ത്രൂ ഇസ്ലാമിക് ബാങ്ക്. പക്ഷെ ആ നിക്ഷേപം മുഴുവനും ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളിടത്താണ് പ്രശ്നം. അപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും തുടങ്ങിയ ചർച്ചകളൊക്കെ അന്ന് നടന്നു. എന്തായാലും പോട്ടെ, അന്ന് ആ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു സാധനം വന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ അത് മടങ്ങി. അതിൻ്റെ കഥ ഏതാണ്ട് കഴിഞ്ഞു. പക്ഷേ ഇവിടെ കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക്ക് ഇതൊരു നല്ല അവസരമാണ്. നമുക്ക് കേരളത്തിൽ മുസ്ലിം വോട്ട് ധാരാളം ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഇസ്ലാമിക് ബാങ്ക് തുടങ്ങാം. കാരണം അത് UDFനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും, മുസ്ലിം ലീഗിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. കാരണം അവർക്ക് തുടങ്ങാൻ പറ്റാത്തൊരു സാധനം ഇടതുപക്ഷം തുടങ്ങിയിരിക്കുകയാണ്. ശരീഅത്തനുസരിച്ച് പലിശ വാങ്ങാതെയുള്ളൊരു ബാങ്കിങ് സംവിധാനം. അത് മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് പലിശ അവർക്ക് ഹറാമാണ്, ഹലാലല്ല. അതുകൊണ്ട് പലിശ വാങ്ങാത്ത ഒരു ബാങ്ക്, ആ ബാങ്ക് എങ്ങനെ നിലനിൽക്കും? അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാമ്പത്തികം അതിലുണ്ടാകണ്ടേ, ഒരു ലാഭം അതിനുണ്ടാകണ്ടേ. ആ ലാഭം എങ്ങനെ ഉണ്ടാക്കും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിനൊക്കെ അവർക്ക് ഉത്തരവുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചർച്ച വരികയും, പക്ഷേ ഈ സുബ്രഹ്മണ്യ സ്വാമി അവിടെ ഉടക്കിട്ടുകൊണ്ട് നിന്നത് കാരണം കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ മറ്റനുമതികളൊന്നും
ലഭിക്കാതിരിക്കുകയും ചെയ്തു. ഇവരും ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം കണ്ടമാനം ഈ ഒരു ബാങ്കിലേക്ക് ഒഴുകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന് ഒരു മുതൽക്കൂട്ടാണ്, കേരളത്തിന് അതുകൊണ്ട് പല ലാഭങ്ങളും ഉണ്ട്, പാർട്ടിക്കും അതുകൊണ്ട് ചില ലാഭങ്ങളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കും എന്ന് പറയണത് പോലെ ഇവരിതെല്ലാം നോക്കിയിട്ടാണ് അങ്ങനെ ഒരു സാധനമായിട്ട് ചാടി ഇറങ്ങിയത്. പക്ഷെ അത് അകാല ചരമം അടഞ്ഞു. പണം വന്നില്ല. അല്ല, പണം വരുന്നതല്ല, ബാങ്ക് തന്നെ തുടങ്ങണ്ടേ. ബാങ്ക് തുടങ്ങിയാലല്ലേ പണം വരുള്ളൂ. ബാങ്ക് തുടങ്ങാൻ RBIയുടെ അനുമതി വേണം, അത് കിട്ടില്ല. ഇനി കേസുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ സ്വാമി തയ്യാറായിട്ട് നിൽക്കുന്നു. ഷെയർ എടുത്ത ആൾക്കാർ നിരവധിയുണ്ട്. അത് ഈ അല്ല, അത് ഈ സഹകരണ സംഘമാണ്. സഹകരണ സംഘവും ബാങ്കും രണ്ടാണ്. ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ SBI പോലെ SBT പോലെ ഒരു ബാങ്കായിട്ടാണ് ഇത്. അപ്പോൾ ഇവര്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇവര് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത് അകാല ചരമം അടഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ 2011 ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഈ കാര്യങ്ങളിലൊന്നും തൊടാൻ പോയില്ല. കാരണം ഇത് തൊട്ടാ പൊള്ളുന്ന വിഷയമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മുസ്ലിം ലീഗും ഈ കാര്യത്തിൽ വലിയ ആവേശമൊന്നും കാണിച്ചില്ല. മറ്റേ ഇടതുപക്ഷം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അവരും വലിയ ആവേശത്തിലൊക്കെ നിന്നു. പക്ഷേ അവർ പതുക്കെ തഞ്ചത്തിൽ അങ്ങ് ഒഴിഞ്ഞു മാറി. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതി പൊടിതട്ടിയെടുത്തിട്ട് ഇവിടെ ബാങ്ക് തുടങ്ങാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് സഹകരണ സംഘം തുടങ്ങാമല്ലോ. അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിപൂർണമായ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ലേ. അങ്ങനെ കണ്ണൂരിൽ P. ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്നത് പോലെ ഈ സഹകരണ സംഘം, ഈ ഹലാൽ ഫായിദ എന്ന് പറയുന്ന ഈ സഹകരണ സംഘത്തിൻ്റെ പദ്ധതി തയ്യാറാക്കിയത്. ഇത് അന്ന് തന്നെ, കാരണം അന്ന് ഇതിനെക്കുറിച്ച് വാർത്തയും ലേഖനങ്ങളും ഒക്കെ എഴുതിയ ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതായത് ഈ ബാങ്ക് തുടങ്ങുന്നു, ഇതിലേക്ക് നിക്ഷേപം വരുന്നു, ഇതിൽ നിന്ന് ആർക്കും പലിശ കിട്ടില്ല, നിക്ഷേപത്തിന് പലിശയില്ല. പകരം ഈ നിക്ഷേപിച്ച തുകയെടുത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. എങ്ങനെ? ആടുമാടുകളെ വളർത്തുക, എന്നിട്ട് അതിനെ, അതായത് മാംസത്തിന് വേണ്ടിയിട്ട് ആടുമാടുകളെ വളർത്തി ആ മാംസം സംസ്കരിച്ച്, എന്ന് വെച്ചാൽ അതിനെ കശാപ്പ് ചെയ്ത് മാംസം സംസ്കരിച്ച് വിൽക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം. പിന്നെ അതുപോലെ ചില ഈ കോൺട്രാക്റ്റ് വർക്കുകൾ, സർക്കാരിൻ്റെ കോൺട്രാക്റ്റ് വർക്കുകൾ ഏറ്റെടുക്കുക, അത് മൂലധനം ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് ടെൻഡറുകൾ പിടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല പദ്ധതികൾ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിക്ഷേപിച്ചവർക്ക് ലാഭത്തിൻ്റെ ഡിവിഡൻഡ് കൊടുക്കും, ലാഭവിഹിതം കൊടുക്കും, അല്ലാതെ പലിശയില്ല. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ബാങ്ക് ഈ സഹകരണ സംഘം ആരംഭിച്ചത്. അപ്പോൾ അന്ന് ഇതിനെതിരെ രൂക്ഷമായ എതിർപ്പ് ഈ സംഘപരിവാർ സംഘടനകളിൽ നിന്നും BJPയിൽ നിന്നുമൊക്കെ ഉയർന്നു. UDFും കോൺഗ്രസും ലീഗും ഒക്കെ എന്ത് ചെയ്തു? അവർ തഞ്ചത്തിൽ ഒന്ന് അയഞ്ഞു കൊടുത്തു, മിണ്ടാതിരുന്നു. ഇവർ പോട്ടെ, ഇത് ഏതുവരെ പോകും നമുക്ക് കാണാം എന്ന് പറഞ്ഞ്. കാരണം ഇതിനകത്തൊക്കെ ഈ ഇത്തരം ബാങ്കുകളിലെല്ലാം വിശ്വാസ്യത ഒരു വലിയ വിഷയമാണ്. പണം നമ്മൾ വിശ്വസിച്ച് വേണം ഇതിനകത്തിടാൻ. കാരണം നിക്ഷേപം കഴിഞ്ഞാൽ പലിശ കിട്ടത്തില്ല മാസം തോറും. നമുക്ക് ഇവർ ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കി അതിൻ്റെ വിഹിതമാണ് തരുന്നത്. ലാഭം കിട്ടിയില്ല, നഷ്ടമായി പോയാൽ എന്ത് ചെയ്യും? ലാഭവിഹിതം കൊടുക്കണ്ടല്ലോ. ലാഭം ഉണ്ടെങ്കിലല്ലേ വിഹിതം കൊടുക്കേണ്ടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ CPMൻ്റെ സംഘടനാ സംവിധാനം കൊണ്ട് കണ്ണൂരിൽ അവർ ഈ പറയുന്നത് പോലെ ഹലാൽ ഫായിദ സഹകരണ സംഘം, അതിനെ ബാങ്ക്, അതാണ് ഈ ഇടയ്ക്ക് നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയിൽ നിന്നും പോലും ഒരു ഉത്തരവുണ്ടായി, സഹകരണ സംഘങ്ങളെ ബാങ്ക് എന്ന് വിളിക്കരുത് എന്ന് ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവർ ഈ നിക്ഷേപമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ നിക്ഷേപിച്ച ആൾ 2017 ആരംഭിച്ചാണ്, ഏതാണ്ട് 10 വർഷമാകാൻ പോകുന്നു. ഈ ഡിസംബർ ആകുമ്പോൾ 9 വർഷം പൂർത്തിയാവും. ഈ കഴിഞ്ഞ 8.5 വർഷമായിട്ട് നിക്ഷേപിച്ച തുകയ്ക്ക് ലാഭവിഹിതവും ഇല്ല, പലിശയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ സഹകാരികൾ ഇളകി, അവർ പരാതിയുമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അതിലൊരാൾ ഈ തളിപ്പറമ്പ് MLAക്ക് കൊണ്ട് പരാതി കൊടുത്തു. അതെ, തളിപ്പറമ്പ് MLA ആരാണെന്ന് നമുക്കറിയാം. CPMനുള്ളിൽ നിന്ന് വിഭാഗീയത കൊണ്ട് പുറത്തായി CPMനെതിരെ മത്സരിച്ച് വിമതനായി മത്സരിച്ച് ജയിച്ചു വന്ന MLA ആണ്. അദ്ദേഹം കിട്ടിയ പാടെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ വഴി പോലെ കാര്യങ്ങൾ നടക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒരു നാസർ എന്ന് പറഞ്ഞ ആളാണ് ഈ MLAക്ക് പരാതി കൊടുത്തത്.
എന്നാൽ പണം നിക്ഷേപിച്ചിട്ട് ഒരറിവുമില്ല. എൻ്റെ പണം എവിടെ എന്ന് ചോദിച്ചാൽ പണമൊക്കെ അവിടെ ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു ഇതുമില്ല. ലാഭവിഹിതം എവിടെ? ഇവർ ഒരു ഏതാണ്ട് 30 ഏക്കറിൽ ഒരു ഈ ആടുമാടുകളെ വളർത്തുന്ന ഒരു പദ്ധതി തുടങ്ങി. കുടുംബശ്രീക്കാരെയൊക്കെ പദ്ധതിയൊക്കെ വലിയത് നമുക്ക് കേൾക്കുമ്പം തോന്നും, അയ്യോ ഇതിപ്പോൾ അങ്ങ് ക്ലച്ച് പിടിച്ചാൽ മറ്റേ പിന്നെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ്. നമ്മൾ വളർന്ന് അങ്ങ് ലോകം മുഴുവനും വ്യാപിക്കും എന്നുള്ള മട്ടിലാണ്. CPM-ന് പ്രൊപ്പഗാൻഡ നടത്താൻ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ, ഗീബൽസ് പോലും തോറ്റുപോകും. അപ്പോൾ അങ്ങനത്തെ പ്രൊപ്പഗാൻഡ കയ്യിലുണ്ട്. പ്രൊപ്പഗാൻഡ അവർക്ക് അറിയാം, മിഷണറിയും കയ്യിലുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാരൊക്കെ വിശ്വസിച്ച് പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് ഇപ്പോൾ ഒരു ഇതുമില്ല, വിലയും ഇല്ല, ലാഭവിഹിതവും ഇല്ല, നിക്ഷേപിച്ച പണവും പോയി. ഇങ്ങനെ ആകെപ്പാടെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഈ നാസർ പരാതി കൊടുത്തപ്പം CPM ജില്ലാ കമ്മിറ്റി ഉടനെ ഇടപെട്ടു. കാരണം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ ഇതിന് നിയോഗിച്ചിട്ടുണ്ട്. ഈ ഓരോ സഹകരണ സംഘത്തിനും ഓരോ നേതാക്കളെ നിയോഗിക്കും. ആ ഭരണസമിതിയെ നോക്കാനും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ പവറുള്ള ആളാണ്. അപ്പോൾ CPM പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ട് ഈ ആളിനെ കൊണ്ട് ഈ ആൾ നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കുകയും ആ ആളിനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തു. പക്ഷെ കാര്യം അവിടെ അവസാനിക്കുന്നില്ല. ഒരാളിന് പണം തിരിച്ചു കിട്ടിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇളകിയിരിക്കുകയാണ്. അവർക്ക് വലിയ ആശങ്കയുണ്ട്. പണം നഷ്ടപ്പെട്ടു എന്ന മട്ടിലാണ് അവരിയ്ക്കുന്നത്. കാരണം ഈ 8 വർഷമായിട്ട് പലിശ കിട്ടില്ല. കാരണം ഇതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ അങ്ങനെയാണ്. പലിശരഹിത ബാങ്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് പലിശ കിട്ടില്ല. ഈ നിക്ഷേപിച്ച തുകയെങ്കിലും തിരിച്ചു കിട്ടുമോ? ഒരു ഉറപ്പുമില്ല അതിന്. കാരണം ഇവർ പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ബിസിനസ്സുകളെല്ലാം നഷ്ടത്തിലാണ്, ഒന്നും ലാഭത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപിച്ച പണം ഒട്ടുമുക്കാലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. സർക്കാർ കൂടെ മാറിയപ്പോൾ, സംസ്ഥാന സർക്കാർ ഇപ്പോൾ UDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. അവർ ഈ കാര്യങ്ങൾ പതുക്കെ കടുപ്പിക്കും, പതുക്കെ കർക്കശമാക്കും, നിയമങ്ങൾ കൂടുതൽ കഠിനമാക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ്. ഈ ഹലാൽ ഫായിദ സഹകരണ സംഘം, അതിനെ ബാങ്കെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അത് ബാങ്കല്ല. നിയമപ്രകാരം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയൊക്കെ റൂളിംഗ് ഉണ്ട് ഈ കാര്യത്തിൽ. സഹകരണ സംഘങ്ങളെ ബാങ്കെന്ന് വിളിക്കരുത് എന്നുള്ള RBIയുടെ തന്നെ കടുത്ത നിർദ്ദേശമുണ്ട്. മറ്റേതൊക്കെ കോടതിയിൽ കേസ് വരുമ്പോൾ ഉള്ള നിരീക്ഷണമാണെന്ന് പറയാം നമുക്ക്. പക്ഷെ RBI കൃത്യമായിട്ട് നിർദ്ദേശം വച്ചിട്ടുണ്ട്. ഇതൊന്നും ഈ RBI പറയുന്ന പരിപൂർണമായി ബാങ്ക് എന്ന ഒരു കാറ്റഗറിയിലേക്ക് വന്നു നിന്നുകൊണ്ട് ഇതെല്ലാം മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. ഇത് അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം പോലെ തന്നെയാണ് അതും. പിന്നെ കുറേ കൂടെ അതിന് സർക്കാരിൻ്റേതായ പിൻബലമുണ്ട്, സർക്കാരിൻ്റേതായ ഒരു ഗ്യാരണ്ടിയുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന് വിശ്വാസ്യത കൂടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഹലാൽ ഫായിദ സഹകരണ സംഘം സത്യത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ഈ കൂടുതൽ ആൾക്കാർ നിക്ഷേപത്തുക ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം പണം തിരിച്ചു കൊടുക്കാൻ പണം തിരിച്ചു കൊടുക്കേണ്ടതാണ് നിയമപ്രകാരം, അതിലൊരു സംശയമില്ല. പക്ഷെ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സഹകരണ സംഘത്തിന് കഴിയുമോ എന്ന് സംശയമുണ്ട്. കാരണം അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ, ഇന്നിപ്പം പത്രങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജന്മഭൂമി പത്രത്തിലാണെങ്കിൽ 1-ാം പേജിൽ തന്നെ ന്യൂസുണ്ട്. വളരെ കൃത്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പദ്ധതിയെക്കുറിച്ച് വാർത്ത ചെയ്യുകയും അതിലെ അപകടങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് അന്നേ അറിയാമായിരുന്നു. ഇത് വലിയ അപകടത്തിലേക്ക് പോകും, ഇത് അവസാനം വലിയ കേസും കൂട്ടവും വഴക്കും ഒക്കെ ആകും, കുറേ ആൾക്കാരുടെ പണം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് യാതൊന്നും ഈ ഒരു ഇതിന് നമ്മുടെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര വിജയിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ്. ശരിക്കും ഇത്തരം ബാങ്കുകൾ ഈ സാധാരണ ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്ത് അവർ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും CPM-നും അതിനകത്തൊരു വലിയ പങ്കുണ്ടെന്നേ. അവർ ഇതെന്തിനാണ് ഇതൊക്കെ ചെയ്തത്? വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. അതായത് UDF-ഉം കോൺഗ്രസും നടപ്പാക്കാത്ത ഇസ്ലാമിക് ബാങ്ക് ഞങ്ങളിതാ നടപ്പാക്കി. രാജ്യത്തെ നിയമം എതിരായിരുന്നിട്ട് പോലും ഞങ്ങളിവിടെ അത്തരത്തിലൊരു സഹകരണ സംഘം കൊണ്ടുവന്നു. ഇവിടെ ആരാണ് യഥാർത്ഥ ന്യൂനപക്ഷ സംരക്ഷകർ, യഥാർത്ഥ മുസ്ലിം സംരക്ഷകർ? ലീഗ് പോലും ചെയ്യാൻ മടിച്ചൊരു കാര്യമാണ്. കാരണം ലീഗിന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയാം. ഇത് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയാൽ
ഒന്ന് വീണു പോയാൽ അതിൽ നിന്ന് കയറി വരാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ള കാര്യം ലീഗിനറിയാം. യഥാർത്ഥ ക്രിസ്ത്യൻ സംരക്ഷകർ, യഥാർത്ഥ ന്യൂനപക്ഷ സംരക്ഷകർ ഞങ്ങളാണ്. മറ്റേ കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരാണ്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ഈ ഫോൾസ് പ്രൊപ്പഗൻഡ, അതിലൂടെ ന്യൂനപക്ഷങ്ങളെ എന്നേക്കുമായിട്ട് തങ്ങളുടെ കൂടെ നിർത്താനുള്ള അജണ്ടയാണ്. ആ അജണ്ട പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന് മനസ്സിലായി ആ അജണ്ട എന്നേക്കുമായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനകത്തൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ മറ്റു ചില സൂത്രപ്പണികളൊക്കെ ഒപ്പിച്ചു നോക്കിയത്. അയ്യപ്പ മഹാസംഗമം നടത്തിയതും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറേ കയറ്റി കൊണ്ടുവന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അവിടെയും അവർക്ക് പഴച്ചു. അവരും ഈ CPM-ൻ്റെ വോട്ട് ബാങ്ക് ആയിരുന്ന പിന്നാക്ക വിഭാഗങ്ങളും CPM-നെ കൈവിട്ടിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ നിരന്തരം അനുഭവിച്ചിടുകന്നേ വരുള്ളൂ. സ്വയം കൃതാനർത്ഥമാണ്. അത് അനുഭവിച്ച് തീർക്കാതെ വഴിയില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ, ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ നാളെ ജനങ്ങളോട് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് മറുപടി പറയേണ്ടി വരും. ഭാവി അതിനുള്ളതാണ്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇനിയൊരു തിരിച്ചുവരവ് ഇവർ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.